നമസ്കാരം. ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയെക്കുറിച്ചാണ് പഠിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ അതിൽ ആദ്യ ക്ഷേത്രം നമ്മൾ പഠിക്കുന്നത് തൃശ്ശൂർ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് തൃശ്ശൂർ ജില്ല നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസ്സാണ് ഈ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രമാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഈ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവമ്പാടിയും പാറമേക്കാവും എപ്പോൾ കേട്ടാലും അറിയാം. തിരുവമ്പാടിയും പാറമേക്കാവും എപ്പോഴും കേട്ടാലും നമുക്കറിയാം എന്താണ് ഇവർ രണ്ടുപേരുമാണ് തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികൾ. അപ്പം അങ്ങനെയുള്ള തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളിലൊന്നായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തൃശ്ശൂർ നഗരമധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനം ഇലഞ്ഞി ആയതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറ മേളം പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്. ഓർമ്മിക്കുക, തൃശ്ശൂർ പൂരത്തിൽ ഇലഞ്ഞിത്തറ മേളം അവതരിപ്പിക്കുന്നത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രക്കാരാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മിക്കുക, ഇലഞ്ഞിയാണ് പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്നത്. അഷ്ടകരങ്ങളോട് കൂടിയ ശാന്ത ഭാവത്തിലുള്ള ഭദ്രകാളിയാണ്. 8 കരങ്ങളോട് കൂടിയ ശാന്തഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ഓർമ്മിക്കുക, 8 കരങ്ങളോട് കൂടിയ ശാന്തഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. പിന്നെ ആദ്യകാലത്ത് ദാരുബിംബം എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള ബിംബമുണ്ട്. പഞ്ചലോഹ ബിംബങ്ങളുണ്ട്, ശിലയിലുണ്ടാക്കിയുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഞ്ജന ശിലയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ദാരുബിംബം, തടിയിൽ തീർത്ത ബിംബമായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെ സ്വർണ്ണഗോളക പൊതിഞ്ഞ് നമുക്ക് എല്ലാ കാലത്തും ഈ സ്വർണ്ണഗോളകയാണ് കാണാൻ കഴിയുന്നത്. കർക്കിടക മാസത്തിലെ ചാന്താട്ടം എന്ന് പറയുന്ന ഒരു സമയം, അത് വിവിധ തരത്തിലുള്ള വർണ്ണപ്പൊടികളൊക്കെ ചേർത്ത് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ചാന്താട്ടം. ആ ചാന്താട്ട സമയത്ത് ഭഗവതി ബിംബം വ്യക്തമായി കാണാൻ കഴിയും. അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് അതിന് പുറമേ ഉള്ള സ്വർണ്ണഗോളക എന്ന് പറയുന്ന നമ്മുടെ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ തിരുരൂപത്തിലുള്ള അണിഞ്ഞിട്ടുള്ള ആ സ്വർണ്ണഗോളകയാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ വൃശ്ചികം 1-നാണ് ക്ഷേത്രത്തിലെ ഉത്സവം ഉള്ളത്. മിഥുന മാസത്തിലെ അത്തം നാളിലാണ് പ്രതിഷ്ഠാദിനം. നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട കൊടുങ്ങല്ലൂർ ക്ഷേത്രം, അതുപോലെ ഗുരുവായൂർ ക്ഷേത്രം, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് കൂടുതലും ചോദ്യം വരാൻ സാധ്യത. ഇവിടെ പാറമേക്കാവിനെ കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികൾ ഒന്നാണ് ഈ തൃശ്ശൂർ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറമേക്കാവ് ക്ഷേത്രം. ഇലഞ്ഞിത്തറ മേളം നടത്തുന്നത്, ഈ തൃശ്ശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളം നടത്തുന്നത് പാറമേക്കാവ് ക്ഷേത്രമാണ്. പിന്നെ അതുപോലെ ഇവരുടെ മൂലസ്ഥാനം ഇലഞ്ഞി ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. 8 കരങ്ങൾ അല്ലെങ്കിൽ 8 അഷ്ടകരങ്ങളോട് കൂടിയ ശാന്ത ഭാവത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ദാരുബിംബ പ്രതിഷ്ഠയാണ്. പിന്നെ കർക്കിടക മാസത്തിലെ ചാന്താട്ട സമയത്താണ് ഈ ഭഗവതി ബിംബം കാണുക. അല്ലാത്തപ്പോൾ അതിന് മേൽമൂടിയായിട്ടുള്ള സ്വർണ്ണ ഗോളകയാണ് കാണുന്നത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് മേക്കാവ് എന്ന പ്രത്യേക ക്ഷേത്രമുണ്ട്. അത് ഓർമ്മിക്കുക, മേക്കാവ് എന്ന പ്രത്യേക ക്ഷേത്രമുണ്ട്. ഈ മേക്കാവ് ദേവി കൊടുങ്ങല്ലൂർ അമ്മയാണെന്നാണ് വിശ്വാസം. നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം. തൃശ്ശൂർ നഗരമധ്യത്തിലാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖ്യ പങ്കാളികളിൽ ഒന്നായ ക്ഷേത്രമാണിത്. പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനം ഇലഞ്ഞി ആയതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറ മേളം പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്. 8 കരങ്ങളോട് കൂടിയ ശാന്തഭാവത്തിലുള്ള ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. ആദ്യകാല ദാരുബിംബ പ്രതിഷ്ഠയായിരുന്നു. ദാരുബിംബം കുറേ നാൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ജീർണിച്ചു പോകും. തടിയിലുള്ളതാണ്. കർക്കിടക മാസത്തിലുള്ള ചാന്താട്ട സമയത്താണ് ഭഗവതി ബിംബം കാണുക. അത് അല്ലാത്തപ്പോൾ സ്വർണ്ണ ഗോളകമാണ് കാണുന്നത്. ഇനി അടുത്തത് നമുക്ക് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. തിരുവമ്പാടി ക്ഷേത്രവും തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ഷൊർണൂർ റോഡിലാണ്. ഇവരും തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളിലൊന്നാണ്. ഉണ്ണിക്കണ്ണൻ രൂപത്തിലുള്ള, ഓർമ്മിക്കുക,
ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മുഖ്യ പ്രതിഷ്ഠ. പിന്നെ തുല്യ പ്രാധാന്യത്തിൽ തന്നെ തിരുവമ്പാടി ഭഗവതിയുമുണ്ട്. ഇപ്പോൾ തിരുവമ്പാടിയിൽ 2 ദേവതകളാണ്, തിരുവമ്പാടി ഭഗവതിയുമുണ്ട്. ഓർമ്മിക്കുക, മുഖ്യ ഭാവത്തിലുള്ളത് ഉണ്ണിക്കണ്ണനായ ശ്രീകൃഷ്ണ ഭാവമാണ്. പിന്നെ തിരുവമ്പാടി ഭഗവതിയും അതേ പ്രാധാന്യത്തിലുണ്ട്. കൂടുതൽ അറിയപ്പെടുന്നത് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രമെന്നാണ്. പിന്നെ ഗുരുവായൂർ കഴിഞ്ഞാൽ വാകച്ചാർത്ത് വിപുലമായി, വാകച്ചാർത്ത് നമ്മൾ മുമ്പ് അത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ വാകച്ചാർത്ത് ഗുരുവായൂർ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ ക്ഷേത്രം കഴിഞ്ഞാൽ വിപുലമായ രീതിയിൽ വാകച്ചാർത്ത് നടത്തുന്ന ക്ഷേത്രം ഇതാണ്. പിന്നെ കേളിക്കൈ എന്നൊരു ചടങ്ങ്, കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് കേളിക്കൈ. അങ്ങനെയുള്ള കേളിക്കൈ എന്നൊരു ചടങ്ങ് ഇവിടെ നിലനിൽക്കുന്നു. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ കുംഭമാസത്തിലെ പൂയ നാളിലെ കൊടിയേറിയാണ് ഉത്സവം, 8 ദിവസത്തെ ഉത്സവം നടക്കുന്നത്. പിന്നെ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, പിന്നെ ധനുമാസത്തിലെ സ്വർഗവാതിൽ ഏകാദശി. ഇത്രയും കൃഷ്ണഭഗവാന്റെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. പിന്നെ മേടമാസത്തിലെ പൂരം, ധനുമാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച നടത്തുന്ന വേലയുമാണ് ഭഗവതിയുടെ പ്രധാനപ്പെട്ട ദിനങ്ങൾ. അമിതമായ പ്രാധാന്യമൊന്നുമില്ല. ഓർമ്മിക്കുക, ഷൊർണൂർ നഗരത്തിലേക്കുള്ള യാത്രയിലാണ് ഈ ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളിലൊന്നാണ്. പ്രധാന പ്രതിഷ്ഠ ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലുള്ള ശ്രീകൃഷ്ണനാണ്. പിന്നെ തിരുവമ്പാടി ഭഗവതിയുമുണ്ട്. വാകച്ചാർത്ത് വിശിഷ്ടമായി നടത്തുന്ന ഒരു ക്ഷേത്രമാണിത്. കേളിക്കൈ ഒരു പ്രധാന ചടങ്ങാണ്. അഷ്ടമി രോഹിണിയും സ്വർഗവാതിൽ ഏകാദശിയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദേവന്റെ പ്രധാനപ്പെട്ട ദിനങ്ങൾ. പിന്നെ മേടമാസത്തിലെ പൂരവും പിന്നെ ധനുമാസത്തിലെ വേലയുമാണ്. ധനുമാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച നടത്തപ്പെടുന്ന വേലയുമാണ് പ്രധാനപ്പെട്ട ദിനങ്ങൾ. കാര്യത്തിലേക്ക് വരാം. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് പാട്ടുപുരയ്ക്കൽ ഷൊർണൂർ റോഡിലാണ് ക്ഷേത്രം. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന പങ്കാളികളിലൊന്നാണ് ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. തുല്യഭാവത്തിൽ തിരുവമ്പാടി ഭഗവതി ഉണ്ട്. വാകച്ചാർത്ത് വിശിഷ്ടമായി നടത്തുന്ന ക്ഷേത്രമാണ്. താഴെ പറഞ്ഞാൽ വാകച്ചാർത്ത് വിശിഷ്ടമായി നടത്തുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അത് ഈ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. പിന്നെ കേളിക്കൈ എന്നൊരു ചടങ്ങ് നിലനിൽക്കുന്നു. നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത് തൃക്കൂർ മഹാദേവ ക്ഷേത്രമാണ്. തൃക്കൂർ മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിലാണ്. സ്വയംഭൂവായ, ആരും പ്രതിഷ്ഠിക്കപ്പെട്ടതല്ല, സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രത്യേകത. അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പുരാതന ഒരു ഗുഹാക്ഷേത്രമായിട്ടാണ്, ഗുഹാക്ഷേത്രം എന്ന ഖ്യാതി നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ഗുഹാക്ഷേത്രമായിരുന്നു ആദ്യകാലത്ത്. ഗുഹാക്ഷേത്രം, അതിൻ്റെ മൂലസ്ഥാനം ഗുഹാക്ഷേത്രമായിരിക്കും. അതാണ് അങ്ങനെ പറയാൻ കാരണം. കേരളത്തിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം, ഓർമ്മിക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ശ്രീകോവിലിൻ്റെ നട വടക്കോട്ട് കയറിയാണ് ശ്രീകോവിൽ ഇരിക്കുന്നത്. പക്ഷേ ശിവലിംഗം കിഴക്കോട്ടാണ്. അങ്ങനെ അഗ്നിദേവന് പ്രതിഷ്ഠിച്ച അഗ്നിലിംഗ പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല, കാരണം കെട്ടുപോകും. അഗ്നി ലിംഗ പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല. പിന്നെ കയർ കൊണ്ടുള്ള തുലാഭാരം വിശിഷ്ടമാണ്. അത് ശ്വാസം മുട്ട് അസുഖത്തിന് നല്ലതാണെന്നാണ് ഒരു വിശ്വാസം. ഇവിടുത്തെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്, എൻ്റെ വിശ്വാസമല്ല. കയർ കൊണ്ടുള്ള തുലാഭാരം വിശിഷ്ടമാണ്. ശ്വാസം മുട്ടിന് ഈ തുലാഭാരം നല്ലതാണെന്നാണ് വിശ്വാസം. പിന്നെ പ്രദോഷ സമയത്തെ അഭിഷേകം മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ്. ഓർമ്മിക്കുക, തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വയംഭൂവായ അഗ്നി ശിവലിംഗമാണ് എന്നാണ്, അഗ്നിദേവന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായ ശിവലിംഗമാണെന്നാണ്, പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗമാണെന്നാണ് വിശ്വാസം.
അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല. അഗ്നിലിംഗമായതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം ഇവിടെയാണെന്നാണ് വിശ്വാസം. ശ്രീകോവിലിൻ്റെ നട വടക്കോട്ടാണ്. നമ്മൾ വടക്കോട്ടാണ് ശ്രീകോവിൽ ഇരിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെന്ന് കയറിയ ശേഷം കിഴക്ക് ദിക്കിൽ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. പിന്നെ കയർ കൊണ്ടുള്ള തുലാഭാരം ശ്വാസം മുട്ട് രോഗികൾ കൂടുതൽ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. പ്രദോഷ സമയത്തുള്ള അഭിഷേകം ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിലാണ്. സ്വയംഭൂവായ ശിവലിംഗമാണ്. അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. സ്വയംഭൂവായി ഉണ്ടായതാണ്. പ്രതിഷ്ഠിച്ചത് അഗ്നിദേവനാണെന്നാണ് അതിനകത്തെ ഏറ്റവും പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം എന്ന പ്രത്യേകതയും തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിനുണ്ട്. ശ്രീകോവിലിൻ്റെ നട വടക്കോട്ടും ശിവപ്രതിഷ്ഠ കിഴക്കോട്ടും ദർശനമായിട്ടാണ്. അഗ്നിലിംഗമായതുകൊണ്ട് മഴക്കാലത്ത് പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല. ശ്വാസം മുട്ടിന് കയർ കൊണ്ടുള്ള തുലാഭാരം ഇവിടെ വിശിഷ്ടമാണ്. പിന്നെ ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രം. കേരളം ഏറ്റവും പഴക്കമുള്ള പഴക്കം ചെന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം. ഓർമ്മിക്കാം. നമുക്ക് ആറാട്ടുപുഴ പൂരത്തെക്കുറിച്ച് ആദ്യം പഠിക്കാം. ആറാട്ടുപുഴ പൂരം കേരളം ഏറ്റവും പഴക്കം ചെന്ന ഒരു പൂരമാണ്. പിന്നെ മീനമാസത്തിലെ പൂരം നാളിലാണ്. കേരളം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആനകളെ അണിനിരത്തുന്നത് ആറാട്ടുപുഴ പൂരത്തിലാണെന്നാണ് പിന്നെ അറിയപ്പെടുന്നത്. ദേവമേള എന്നാണ് ഇവിടുത്തെ പൂരം അറിയപ്പെടുന്നത്. ദേവമേള. ആറാട്ടുപുഴ ശാസ്താ ക്ഷേത്രമാണ്. ഏറ്റവും പഴകുന്ന പൂരമാണ് ഇവിടുത്തത്. മീനമാസത്തിലെ പൂരനാളിലാണ്. പിന്നെ ആനകളെ ഏറ്റവും കൂടുതൽ അണിനിരത്തുന്ന പൂരമാണിത്. ദേവമേള എന്നാണ് ഇവിടുത്തെ പൂരം അറിയപ്പെടുന്നത്. ഈ ആറാട്ടുപുഴ ക്ഷേത്രം അറിയപ്പെടുന്ന വേറൊരു അപരനാമം ദേവസംഗമ ഭൂമി എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറ പഞ്ചായത്തിലാണ് ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ ശ്രീധർമ്മ ശാസ്താവാണ്. ശാസ്താവെന്ന് കേൾക്കുമ്പോൾ ഓർമ്മിക്കുക, പുരാതന കാലത്ത് ബുദ്ധമതം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നും ആ ബുദ്ധമതം ഹിന്ദുക്കളിലേക്ക് ലയിച്ചപ്പോൾ ഹിന്ദുമത ദേവനാക്കപ്പെട്ട ബുദ്ധദേവനാണ് ശാസ്താവ് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അയ്യപ്പൻ എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. പിന്നെ ഉപദേവതാ പ്രതിഷ്ഠകൾ ഇല്ലാത്തൊരു ക്ഷേത്രമാണ്. ഉപദേവത ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് ഈ ആറാട്ടുപുഴ ക്ഷേത്രം. ഇവിടുത്തെ ശാസ്താവിൻ്റെ പ്രത്യേകത പഞ്ചപ്രകാരങ്ങളോട് കൂടിയ ഗജപൃഷ്ഠാകൃതിയിലുള്ള ക്ഷേത്രമാണ്. പഞ്ചപ്രകാരം എല്ലാ ക്ഷേത്രങ്ങൾക്കും പഞ്ചപ്രകാരം തന്നെയാണ്. പിന്നെ ഗജപൃഷ്ഠാകൃതിയിലുള്ള നമ്മുടെ ആനയുടെ പിൻഭാഗം പോലുള്ള ഗജപൃഷ്ഠാകൃതിയിലുള്ള ക്ഷേത്രമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. ഓർമ്മിക്കുക, ഏറ്റവും പഴക്കമുള്ള പൂരം ആറാട്ടുപുഴ പൂരമാണ്. മീനമാസത്തിലെ പൂരനാളിൽ ഏറ്റവും കൂടുതൽ ആനകൾ. ദേവമേള എന്നറിയപ്പെടുന്നു. ദേവസംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത്. തൃശ്ശൂരിലെ വല്ലച്ചിറ പഞ്ചായത്തിലാണ്. ധർമ്മശാസ്താവ് ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉപദേവത പ്രതിഷ്ഠകൾ ഇല്ലാത്ത ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ആകൃതി ഗജപൃഷ്ഠാകൃതി. തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറ പഞ്ചായത്തിലാണ് ഈ ആറാട്ടുപുഴ ക്ഷേത്രം ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ധർമ്മശാസ്താവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഉപദേവത പ്രതിഷ്ഠകൾ ഇല്ലാത്ത ക്ഷേത്രം. ഗജപൃഷ്ഠാകൃതിയിലാണ് ക്ഷേത്രം. പിന്നെ ദേവസംഗമ ഭൂമി എന്നറിയപ്പെടുന്നു. പിന്നെ പൂരം ഞാൻ പറഞ്ഞു, ഏറ്റവും പഴക്കം ചെന്ന പൂരമാണ്. ഏറ്റവും കൂടുതൽ ആനകളെ അണിനിരത്തുന്ന പൂരമാണിത്. മീനമാസത്തിലെ പൂരനാളിലാണിത്. ദേവമേള എന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ശ്രീ ചേർപ്പ് ഭഗവതി ക്ഷേത്രം. തൃശ്ശൂർ ചേർപ്പ് സിനിമകളിലൊക്കെ വളരെ കൂടുതൽ അറിയപ്പെടുന്ന ഒരു ലൊക്കേഷനാണ് ഈ ചേർപ്പ്. തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ ഭാഗത്താണ്. ശ്രീരാമക്ഷേത്രം നമ്മൾ പഠിക്കും. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തൃപ്രയാർ ഭാഗത്ത് ചെയ്യുന്ന ക്ഷേത്രമാണിത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ്. 108 ദുർഗാലയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ്. പിന്നെ ഈ ക്ഷേത്രം നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ ഏറ്റവും പ്രസിദ്ധമായി വരുന്നത് ഭൂമി ദേവിയുടെ ഏക പ്രതിഷ്ഠയുള്ള കേരള ക്ഷേത്രം. ഭൂമി
ഭൂമി ദേവിയുടെ ഏക പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ക്ഷേത്രമാണിത്. പിന്നെ ആറാട്ടുപുഴ പൂരത്തിലെ പ്രധാന ദേവതയായിട്ട് കണക്കാക്കുന്നത് ശ്രീ ചെറുഭവതിയാണ്. അപ്പോൾ ആറാട്ടുപുഴ ക്ഷേത്രവുമായിട്ട് അല്ലെങ്കിൽ പൂരവുമായി ബന്ധമുണ്ട്. ആറാട്ടുപുഴ പൂരത്തിലെ പ്രധാന പങ്കാളികളിലൊന്നായ ദേവതയായിട്ട് കാണുന്നത് ചേർപ്പ് ഭഗവതിയാണ്. പിന്നെ യജുർവേദത്തിൻ്റെ പ്രധാന കേന്ദ്രമായി കണക്കാക്കുന്ന ഒരു ക്ഷേത്രമാണത്. അതായത് യജുർവേദത്തിൻ്റെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ യജുർവേദ പഠനത്തിന് പ്രധാന പ്രാധാന്യം ഉണ്ടാക്കുന്ന ക്ഷേത്രമാണ്. യജുർവേദത്തിൻ്റെ പ്രധാന കേന്ദ്രമായി കണക്കാക്കുന്ന ക്ഷേത്രമാണ്. പിന്നെ ഇവിടുത്തെ ഏതൊരു അനുഷ്ഠാനത്തിനും വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കും. എല്ലാ അനുഷ്ഠാനങ്ങളും വെളിച്ചെണ്ണയുമായി ബന്ധമുണ്ട്. എല്ലാ അനുഷ്ഠാനങ്ങളിലും വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഇവിടെ ഉള്ളത് എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ ഭൂമി ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങൾ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങൾ ഇവിടെ ഭൂമി പൂജ നടത്തുന്നു. ചൊവ്വ, വെള്ളി, ഞായർ. പിന്നെ ഇവിടെ ഒത്തൂട്ട് എന്നൊരു ചടങ്ങുണ്ട്. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിന് ശേഷം രണ്ടാമത്തെ ഏറ്റവും വലിയ ക്ഷേത്ര ചടങ്ങായിട്ട് കണക്കാക്കപ്പെടുന്ന ഒത്തൂട്ട് ഈ ക്ഷേത്രത്തിലാണ്. ഒത്തൂട്ട് എന്താണെന്ന് എനിക്കും കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല. അത് നമുക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് ചോദ്യമായിട്ട് പഠിച്ചാൽ മതി. ഒത്തൂട്ട് ഞാൻ ധാരാളം സെർച്ച് ചെയ്തു, പക്ഷേ അത് കിട്ടിയിട്ടില്ല. പിന്നെ മംഗല്യഭാഗ്യത്തിനായി നടത്തുന്ന തിരുവോണ പൂജയാണ്. തിരുവോണ പൂജ പ്രധാനമാണ്. തിരുവോണ പൂജ മംഗല്യഭാഗ്യത്തിനാണ്. പിന്നെ വേറെ പ്രത്യേകതകളൊന്നും ഈ ക്ഷേത്രത്തിന് ഇല്ല. ഓർമ്മിക്കുക, തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ഭാഗത്താണ് 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ്. ഭൂമി ദേവിയുടെ ഏക കേരളത്തിലെ ക്ഷേത്രമാണിത്. ആറാട്ടുപുഴ പൂരത്തിലെ പ്രധാന ഭഗവതിയായിട്ട് കാണുന്നത് ഈ ചേർപ്പ് ഭഗവതിയാണ്. യജുർവേദത്തിന് പ്രധാനപ്പെട്ട ഒരു ഇടമായിട്ട് കരുതുന്ന ക്ഷേത്രമാണിത്. എല്ലാ അനുഷ്ഠാനങ്ങൾക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങൾ ഭൂമി ദേവിക്ക് പ്രധാനമാണ്. കേരളത്തിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട, ഒന്നാമത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്ഷേത്ര ആചാരവുമായിട്ട് കേരളത്തിൽ കരുതുന്ന ഒത്തൂട്ട് ഈ ക്ഷേത്രത്തിലാണ്. പിന്നെ തിരുവോണ പൂജ, മംഗല്യഭാഗ്യത്തിനായി തിരുവോണ പൂജയുള്ള ക്ഷേത്രമാണിത്. ഓർമ്മിക്കുക. നമുക്ക് കാര്യത്തിലേക്ക് വരാം, സ്ലൈഡിലേക്ക് പോവാം. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ഭാഗത്താണ് പറഞ്ഞു. പരശുരാമൻ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാലയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുന്നതാണെന്ന് പറഞ്ഞു. ഭൂമി ദേവി പ്രതിഷ്ഠയുള്ള കേരള ഏകക്ഷേത്രമാണ് ഇത്. ആറാട്ടുപുഴ പൂരത്തിലെ പ്രധാന ദേവതയായി കണക്കാക്കുന്നത് ചേർഭവതിയാണ്. യജുർവേദത്തിൻ്റെ പ്രധാന കേന്ദ്രമായി കണക്കാക്കുന്ന ക്ഷേത്രമാണ്. ഏതൊരു അനുഷ്ഠാനത്തിനും വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഓർമ്മിക്കുക. ഭൂമി പൂജയ്ക്ക് പ്രധാനമുള്ള ഇവിടെ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഭൂമി പൂജയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ചടങ്ങായ ഒത്തൂട്ട് ഇവിടെയാണ്. മംഗല്യഭാഗ്യത്തിനായി നടത്തുന്ന തിരുവോണ പൂജയാണ് മറ്റൊന്ന് ഉള്ളത്. നോക്കൂ, അടുത്തത് ഏറ്റവും കേരളത്തിലെ സാംസ്കാരിക പൈതൃകം കൈയാളുന്ന ഒരു ക്ഷേത്രമാണിത്. നിങ്ങളെല്ലാവരും ഫോണിൽ സ്റ്റാറ്റസ് ഇടുന്ന ക്ഷേത്ര പരിസരമാണ് ഇവിടുത്തെ ഉത്രാളിക്കാവ്. വയലുകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഓർമ്മിക്കുക, വയലുകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് മച്ചാട് മലനിരകൾ. അപ്പോൾ മച്ചാട് മലനിരകളുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്, അല്ലെങ്കിൽ മുന്നിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ ഉത്രാളിക്കാവ് ക്ഷേത്രം. പിന്നെ ഉത്രാളിക്കാവ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രുധിര മഹാകാളി ക്ഷേത്രം. രുധിര മഹാകാളി ക്ഷേത്രം താഴെ പറയുന്നത് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് ഉത്രാളിക്കാവാണ്. പിന്നെ മധ്യ കേരളത്തിലെ പുരാതനമായ ഭഗവതി കാവുകളിൽ ഒന്നായിട്ട് ക്ഷേത്രത്തിൽ കാണുന്നതാണ്. പിന്നെ ക്ഷേത്രത്തിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ലൈനാണ് തൃശ്ശൂർ ഷൊർണൂർ. ഓർമ്മിക്കുക, ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. പിന്നെ ഉത്രാളിക്കാവ് പൂരമുണ്ട്. പിന്നെ നെന്മാറ, ഈ പൂരവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
നെന്മാറ വേല എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. ആ നെന്മാറ വേല കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വെടിക്കെട്ട്, ഇപ്പോൾ കേരളത്തിൽ രണ്ടാമത്തെ വെടിക്കെട്ട് ഈ ക്ഷേത്രത്തിലാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, ഇവിടുത്തെ ഉത്സവം കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച, കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഈ ദിവസം തന്നെയാണ് മച്ചാട്ട് വേലയും. പിന്നെ ഉത്രളിക്കാവ് വേലയുടെ പ്രധാന നടത്തിപ്പുകാർ 3 കരക്കാരാണ്. ഒന്ന് എങ്കക്കാവ്, 2 കുമരനല്ലൂർ, 3 വടക്കാഞ്ചേരി. ഓക്കെ, ഇത്രയുമാണ് പ്രധാനം. ഓർമ്മിക്കുക, വയലുകൾക്ക് നടുവിലായാണ് ക്ഷേത്രം ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ പുറകിലുള്ള മലയാണ് മച്ചാട്ട് മല. അതിൻ്റെ സമീപത്തായിട്ടുള്ള റെയിൽവേ ലൈനാണ് തൃശ്ശൂർ ഷൊർണൂർ ലൈൻ. രുദ്രക്കാവ് മഹാകാളി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്ന വേറൊരു പേര്. മഹാകാളി പ്രതിഷ്ഠയാണ്. പിന്നെ പൂരം പ്രധാനമാണ്. കേരളത്തിൽ രണ്ടാമത്തെ വെടിക്കെട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ വേല കഴിഞ്ഞാൽ, തൃശ്ശൂർ നമ്മുടെ നെന്മാറ, പാലക്കാട് നെന്മാറ വേല കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വേലയായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ വെടിക്കെട്ട് ഇവിടെയാണ്. ഉത്സവം കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഉത്സവം കൊടിയേറും. ഇതേ ദിവസം തന്നെ മച്ചാട്ട് വേലയും, മച്ചാട് മലനിരകൾ ഓർമ്മിക്കുക, അതുകൊണ്ട് മച്ചാട്ട് വേലയും നടക്കും. പ്രധാനപ്പെട്ട 3 കരക്കാരാണ്. 1 എങ്കക്കാവ്, 2 കുമരനല്ലൂർ, 3 വടക്കാഞ്ചേരി. ഈ 3 കരക്കാർ അല്ലെങ്കിൽ 3 പങ്കുകാരാണ് ഈ വേല നടത്തുന്നത്. 4 അടുത്ത 3 സ്ലൈഡിലേക്ക് പോവാം. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പഞ്ചായത്തിലാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വയലുകൾക്ക് നടുവിലായുള്ള ക്ഷേത്രമാണെന്ന പ്രത്യേകതയുണ്ട്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് മച്ചാട് മലനിരകൾ. പിന്നെ രുദ്ര മഹാകാളി ക്ഷേത്രമാണ് എന്നറിയപ്പെടുന്നു. മഹാകാളിയാണ് പ്രതിഷ്ഠ. ഈ പുറകിലായിട്ടുള്ള ലൈനാണ് റെയിൽവേ ലൈനാണ് തൃശ്ശൂർ ഷൊർണൂർ ലൈൻ. ഉത്രാളിക്കാവ് പൂരം പ്രധാനമാണ്. നെന്മാറ വേല കഴിഞ്ഞാൽ രണ്ടാമത്തെ വെടിക്കെട്ട് നടക്കുന്ന രണ്ടാമത്തെ ക്ഷേത്രമാണ് ഈ ഉത്രാളിക്കാവ് പൂരം. കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. പിന്നെ മച്ചാട്ട് വേല പ്രധാനമാണ്. ഉത്രാളിക്കാവ് വേലയുടെ പ്രധാന നടത്തിപ്പുകാരാണ് എങ്കക്കാവ്, കുമരനല്ലൂർ, വടക്കാഞ്ചേരി. ഇനി അടുത്തതായി ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഗ്രാമമാണ്, ചെമ്മന്തിട്ട ഗ്രാമമാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെമ്മന്തിട്ട ഗ്രാമമാണ്. പരശുരാമൻ കേരളത്തിൽ പ്രതിഷ്ഠ നടത്തിയ 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാത്രമല്ല പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠ നടത്തിയ അങ്ങനെയും വിശ്വസിക്കപ്പെടുന്നു. പഞ്ചപാണ്ഡവർ കേരളത്തിൽ പ്രതിഷ്ഠ നടത്തിയ 5 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. ഭീമനാണ് നിർമ്മിച്ചത്. ഭീമൻ നിർമ്മിച്ചു. അർജുനൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. ഓർമ്മിക്കുക, പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. എന്നാൽ മറ്റൊരു വിശ്വാസമുണ്ട്, ഭീമനാൽ നിർമ്മിച്ച് അർജുനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണെന്ന് വിശ്വാസമുണ്ട്. കിഴക്കോട്ട് ദർശനമാണ്, അത് പ്രധാനമുള്ള കാര്യമല്ല. 6 അടി പൊക്കമുള്ള ശിവലിംഗം, 6 അടി പൊക്കമുള്ള ശിവലിംഗം പ്രധാനമാണ്, ഓർമ്മിക്കുക. ശിവലിംഗം ആണ് പ്രതിഷ്ഠയെങ്കിലും അതിൻ്റെ ഭാവം ശിവതാണ്ഡവത്തിന് വേണ്ടി നിൽക്കുന്ന രുദ്രശിവനാണ്. ശിവ താണ്ഡവത്തിന് വേണ്ടി നിൽക്കുന്ന രുദ്രശിവനാണ് പ്രതിഷ്ഠ, ഓർമ്മിക്കുക. ഇപ്പോൾ ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രത്തിലെ 6 അടി പൊക്കമുള്ള ശിവലിംഗമാണ്. പക്ഷേ ഇതിൻ്റെ ഭാവം രുദ്ര ഭാവത്തിലുള്ള ശിവതാണ്ഡവത്തിന് വേണ്ടി നിൽക്കുന്ന ശിവനാണ്. ശിവന്റെ രൗദ്രം കുറയ്ക്കാൻ വേണ്ടി അടുത്ത് തന്നെ വിഷ്ണു പ്രതിഷ്ഠയുമുണ്ട്, ഓർമ്മിക്കുക. ശിവനെ തണുപ്പിക്കാൻ വേണ്ടി വിഷ്ണു പ്രതിഷ്ഠയുമുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ചുമർ ചിത്രങ്ങൾ പ്രധാനമാണ്. അതിൽ ശ്രീരാമ പട്ടാഭിഷേകം,
പ്രദോഷ നൃത്തം, മോഹിനിയുടെ കാളിയ മർദ്ദനം, പിന്നെ ദക്ഷിണാമൂർത്തി ഭാവം, ഗണേശ പൂജ, അങ്ങനെ കിരാതാർജുനീയം, കൃഷ്ണശില, വേണുഗോപാല കൃഷ്ണൻ, അങ്ങനെ ധാരാളം ചുമർ ചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ശിവരാത്രിയാണ് പ്രധാനപ്പെട്ട ഉത്സവം. ഇപ്പോൾ ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രം കേരളത്തിൽ 108 ശിവാലയങ്ങളിൽ ഒന്നാണ്. ഭീമൻ നിർമ്മിച്ച, അർജുനൻ പ്രതിഷ്ഠിച്ച 5 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് അറിയപ്പെടുന്നു. ഇത് 6 അടി പൊക്കമുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. പക്ഷേ ശിവന്റെ ഭാവം ശിവതാണ്ഡവത്തിന് വേണ്ടി നിൽക്കുന്ന രുദ്ര ശിവനാണ്. സമീപത്തായിട്ട് ആ രൗദ്രഭാവം കുറയ്ക്കാൻ വേണ്ടി വിഷ്ണു പ്രതിഷ്ഠയുണ്ട്. പിന്നെ ചുമർ ചിത്രങ്ങൾ വളരെ വിശേഷമാണ് ഇവിടെ. ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ ചെമ്മന്തിട്ട ഗ്രാമത്തിലാണ് പറഞ്ഞു. 108 ശിവാലയങ്ങളിൽ ഒന്നാണ്. പഞ്ചപാണ്ഡവർ അതിൽ ഭീമൻ നിർമ്മിച്ച് അർജുനൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണെന്ന വിശ്വാസം. കിഴക്കോട്ട് ദർശനമാണ്. 6 അടി പൊക്കമുള്ള ശിവലിംഗം, അത് പ്രത്യേകതയാണ്. പിന്നെ ശിവലിംഗം ആണ് പ്രതിഷ്ഠയെങ്കിലും ശിവതാണ്ഡവത്തിന് വേണ്ടി നിൽക്കുന്ന രുദ്രശിവനാണ് ഇവിടെ കുടികൊള്ളുന്നത്. രൗദ്രം കുറയ്ക്കാൻ വേണ്ടി വിഷ്ണുവുണ്ട്. ചുമർ ചിത്രങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഈ ക്ഷേത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർമ്മിക്കുക. ഇനി അടുത്ത തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. തിരുവില്ലാമല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ് തിരുവില്ലാമല. പിന്നെ പുനർജനി നൂഴൽ ചടങ്ങ്, അതായത് 100 മീറ്ററോളമുള്ള ഒരു ഗുഹയിൽ ആദ്യ കുറച്ചു ദൂരം നടന്നും പിന്നീട് കിടന്നും ഇരുന്നും നിരങ്ങി നീങ്ങുന്ന ഒരു ഗുഹയുടെ അങ്ങറ്റം മുതൽ തുരങ്കത്തിൻ്റെ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ എത്തി വളരെ കഷ്ടപ്പെട്ട് അങ്ങറ്റം വരെ എത്തുന്ന ഒരാൾ അയാളുടെ പാപങ്ങളെല്ലാം ഇല്ലാതാകും എന്ന് വിശ്വാസമുള്ള ഒരു നൂഴൽ ചടങ്ങാണ്. ഒരു ഗുഹയുടെ അല്ലെങ്കിൽ ഒരു തുരങ്കത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങറ്റം വരെ എത്തിപ്പെട്ടാൽ നൂഴൽ ചടങ്ങ്. പ്രധാനമായും പുരുഷന്മാരാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം. രാമലക്ഷ്മണന്മാരാണ് പ്രതിഷ്ഠ. ശ്രീരാമനും ലക്ഷ്മണനും. അങ്ങനെ രാമന്റെയും ലക്ഷ്മണന്റെയും പ്രതിഷ്ഠ ഒരുമിച്ചുള്ള അപൂർവം കേരളത്തിലെ പ്രധാന രാമക്ഷേത്രവും അപൂർവ ലക്ഷ്മണ ക്ഷേത്രങ്ങളിലും ഒന്നാണ് ഈ ക്ഷേത്രം. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ശ്രീരാമനെ തൊഴുതാൽ മോക്ഷം ലഭിക്കുമെന്നും, പിന്നെ കിഴക്ക് ദർശനമായിട്ടുള്ള ലക്ഷ്മണനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലൗകിക സുഖം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. പിന്നെ ഗുരുവായൂർ ഏകാദശി നടത്തുന്ന ചടങ്ങാണ് ഈ പുനർജനി നൂഴൽ ചടങ്ങ്. ഗുരുവായൂർ ഏകാദശി ദിവസം ഇവിടെ പുനർജനി നൂഴൽ നടത്തിയാൽ പാപങ്ങൾ തീരുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. പുനർജനിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഗണപതി തീർത്ഥം, പാപനാശിനി തീർത്ഥം, പാതാള തീർത്ഥം, അനുതീർത്ഥം, പിന്നെ കൊമ്പുതീർത്ഥം എന്നിവയും പരിപാലനമാണ്. ചെറിയ കുളങ്ങളാണ്, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. വിഷയത്തിലേക്ക് വരാം. തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രമാണിത്. കേരളത്തിലെ പ്രധാന രാമക്ഷേത്രവും അപൂർവ ലക്ഷ്മണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് സ്വയംഭൂവായ രാമപ്രതിഷ്ഠ. ശ്രീരാമനെ ആദ്യം തൊഴുതാൽ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. കിഴക്ക് ദർശനമായിട്ടുള്ള പരശുരാമനെ പ്രതിഷ്ഠിക്കപ്പെട്ട ലക്ഷ്മണ പ്രതിഷ്ഠ, അതിൽ ലൗകിക സുഖം ലഭിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. പ്രസിദ്ധമായ പുനർജനി നൂഴൽ ചടങ്ങ് ഞാൻ പറഞ്ഞു, അത് ഈ ക്ഷേത്രത്തിലാണ്. ഗുരുവായൂർ ഏകാദശി ദിവസം ഈ നൂഴൽ നടത്തിയാൽ പാപങ്ങൾ തീരുമെന്നാണ് വിശ്വാസം. പിന്നെ കന്നിമാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ഇവിടെ നടത്തപ്പെടുന്ന നിറമാല ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്, ചോദിക്കാറില്ല അങ്ങനെ. ഇനി അടുത്ത് പഠിക്കേണ്ടത് തിരുവഞ്ചിക്കുളം ശ്രീ ശിവക്ഷേത്രമാണ്. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകൾ, 30-ൽ കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രമാണ് ഈ തിരുവഞ്ചിക്കുളം ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രമാണിത്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വയംഭൂവായ ശിവലിംഗം, അത് സദാശിവ ഭാവത്തിലുള്ള ശിവലിംഗമാണ്.
സദാശിവ ഭാവത്തിലുള്ള സർവസമയത്തും പിന്നെ പ്രസന്നനായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ ചേര രാജാക്കന്മാരുടെ ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രസിദ്ധനായ ചേരമാൻ പെരുമാളിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ചേരമാൻ പെരുമാൾ കൊച്ചി രാജാക്കന്മാരുടെ അല്ലെങ്കിൽ കൊച്ചി രാജവംശത്തിൻ്റെ കുടുംബക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. കൊച്ചി രാജവംശത്തിൻ്റെ കുടുംബക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. പിന്നെ ദക്ഷിണേന്ത്യൻ ശൈവ സാഹിത്യങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ട ക്ഷേത്രമാണ്, അത് പ്രധാനമല്ല. പിന്നെ ശൈവ സിദ്ധന്മാരുടെ സിദ്ധിയുള്ള ശൈവ സിദ്ധന്മാരുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ്. ശൈവ സിദ്ധന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. പിന്നെ ഋതുഭേദമില്ലാതെ പൂക്കുന്ന ഒരു കൊന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. എല്ലാ കാലത്തും നമുക്ക് സാധാരണ കൊന്ന പൂക്കുന്നത് ഏപ്രിൽ മാസങ്ങളിലാണ്, മേടമാസത്തിൽ വിഷു സമയങ്ങളിലാണ്. ഇവിടെ എല്ലാ കാലത്തും പൂക്കുന്ന കൊന്ന പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഋതുഭേദമില്ലാതെ പൂക്കുന്ന കൊന്ന ഏത് ക്ഷേത്രത്തിലാണ് എന്ന് പരീക്ഷയ്ക്ക് വന്നാൽ ഓർമ്മിക്കണം തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീ ശിവക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട് എന്ന് കരുതുന്ന ഒരു ശിവപ്രതിഷ്ഠ ഇതിൻ്റെ കീഴിലുണ്ട്, ഈ കൊന്നയുടെ കീഴിലുണ്ട്. അതുകൊണ്ട് ആ ശിവൻ അറിയപ്പെടുന്ന പേർ കൊന്നക്കാൽ ശിവനാണ്. കൊന്നക്കൽ ശിവൻ എന്നാണ്. പിന്നെ ഈ നമ്മുടെ ശിവരാത്രിക്ക് തൊട്ട് മുമ്പുള്ള ഏകാദശി നാളിലും ധനുമാസത്തിലും തിരുവാതിര നാളിലും കൊന്നക്കൽ ശിവപ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ഒരു പാണ്ടിമേളം, പഞ്ചാരിമേളം, പാണ്ടിമേളം, ചെണ്ടമേളത്തിൽ പാണ്ടിമേളം നടത്താറുണ്ട്. പിന്നെ ഈ ക്ഷേത്രം അഞ്ചൈക്കുളം എന്ന് പുരാതന കാലത്ത് അറിയപ്പെടുന്നു. അഞ്ചൈക്കുളം തേവാര പതികങ്ങളിലും പിന്നെ പെരിയ പുരാണത്തിലുമെല്ലാം അഞ്ചൈക്കുളം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ചോതി തിരുവഴ. പിന്നെ വിവാഹ ലബ്ധിക്കായിട്ട് നിത്യവും ഒരു പൂജ, പള്ളിയറ പൂജ നടത്തുന്ന ക്ഷേത്രമാണ്. പള്ളിയറ ഇത്രയുമാണ് പ്രധാനം. ഓർമ്മിക്കുക, കൊടുങ്ങല്ലൂരാണ്. സദാശിവ ഭാവത്തിലുള്ള ശിവലിംഗമാണ്. ചേര രാജാക്കന്മാരുടെ സ്മരണകൾ ഉറങ്ങുന്ന ക്ഷേത്രമാണിത്. കൊച്ചി രാജാക്കന്മാരുടെ ക്ഷേത്രമാണിത്. ശൈവ സിദ്ധന്മാരുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. എല്ലാ കാലത്തും പൂക്കുന്ന ഒരു കൊന്ന വിശിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊന്നക്കൽ ശിവൻ എന്ന് ഇവിടുത്തെ അതിന് കീഴിലുള്ള ശിവലിംഗം അറിയപ്പെടും. അഞ്ചൈക്കുളം എന്ന് പുരാതന കാലത്ത് അറിയപ്പെടുന്ന ക്ഷേത്രമാണ്. പിന്നെ ചോതി തിരുവിഴ എന്ന് പറയുന്ന ഒരു ആചാരം ഇവിടുത്തെ ഉണ്ട്. പള്ളിയറ മംഗലസിദ്ധിക്കായിട്ട് പള്ളിയറ എന്ന് പറയുന്ന ഒരു ആചാരം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ഇത്. ചേര രാജാക്കന്മാരുടെ ചരിത്ര സ്മരണകൾ നിലനിൽക്കുന്ന കൊടുങ്ങല്ലൂരിൽ, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ സ്ഥിതി ക്ഷേത്രമാണിതെന്ന് പറഞ്ഞു. കൊച്ചി രാജവംശത്തിൻ്റെ കുടുംബക്ഷേത്രമാണ്. ചേരമാൻ പെരുമാളിൻ്റെ കാലത്താണ് ക്ഷേത്രം പുതുക്കി പണിതത്. ദക്ഷിണേന്ത്യൻ ശൈവഭക്തി സാഹിത്യത്തിൽ പരാമർശിക്കുന്ന ഏക കേരള ക്ഷേത്രം. അപ്പോൾ ശൈവഭക്തി സാഹിത്യങ്ങളിൽ പരാമർശിക്കുന്ന ഏക കേരള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പിന്നെ തിരുവഞ്ചിക്കുളം ശ്രീ ശിവക്ഷേത്രം. പിന്നെ ശൈവസിദ്ധന്മാരുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. സ്വയംഭൂവായ സദാശിവ ഭാവത്തിലുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രമെന്ന് ഞാൻ പറഞ്ഞു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒരു ശിവപ്രതിഷ്ഠ കുന്നമല ചുവട്ടിലുണ്ട്. അത് കൊന്നക്കൽ ശിവൻ എന്നറിയപ്പെടുന്നു. പിന്നെ ഇതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ശിവരാത്രി തൊട്ട് മുമ്പുള്ള ഏകാദശി വ്രതം നടക്കുന്ന ആ ഏകാദശി നാളിലും ധനുമാസത്തിലെ തിരുവാതിര നാളിലും പാണ്ഡ്യമേളം പതിവുണ്ട്. പിന്നെ ഓർമ്മിക്കുക, പെരിയ പുരാണത്തിലും തേവാര പതികങ്ങളിലും അഞ്ചൈക്കുളം എന്ന പേരിൽ ക്ഷേത്രം പരാമർശിക്കുന്നുണ്ട്. 1780 ഡച്ചുകാർ ഈ ക്ഷേത്രം തിരുവഞ്ചിക്കുളത്ത് ആക്രമിച്ചിട്ടുണ്ട്. ശംഖാഭിഷേകം, ദഞ്ചതി എന്ന് പറയുന്ന വഴിപാടുകളുണ്ട്, പ്രധാനമൊന്നുമല്ല. പിന്നെ പള്ളിയറ പൂജ മംഗല്യ സിദ്ധിക്കായിട്ട് നടത്തുന്നു. ഇനി പെരുവനം മേളവുമായിട്ട് ഏറ്റവും അഭേദ്യ, നമ്മുടെ മേളവും പെരുവനം കുട്ടന്മാരുടെ പോലുള്ള മേളവുമായിട്ട് ഏറ്റവും അഭേദ്യ ബന്ധമുള്ള ക്ഷേത്രമാണ് പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രം. നേരത്തെ പറഞ്ഞ ചേർപ്പ്
തൃശ്ശൂർ ജില്ലയിൽ ചേർപ്പ് എന്ന് പറയുന്ന ചേർപ്പ് പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ 64 ഗ്രാമങ്ങൾ, പ്രധാനപ്പെട്ട 4 ഗ്രാമങ്ങൾ സുപ്രധാനമാണ്. തൃശ്ശൂർ ജില്ലയിലുള്ള 4 ഗ്രാമങ്ങൾ സുപ്രധാനമാണ് ഈ പെരുവനം എന്നറിയപ്പെടുന്നത്. അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഇരട്ടയപ്പൻ എന്ന് പറയുന്ന ശിവനാണ്. ഇരട്ടയപ്പൻ എന്നറിയപ്പെടുന്ന ശിവനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. പീഠത്തിൽ വലുതും ചെറുതുമായി 2 ശിവലിംഗം ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇരട്ടയപ്പൻ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിൽ നമുക്കറിയാം. ആ ഫോട്ടോ കണ്ടാലും അറിയാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിൽ പെരുവനം ക്ഷേത്രത്തിലെ മാടത്തിലപ്പൻ്റെ ശ്രീകോവിലിൻ്റെതാണ്. ഏറ്റവും ഉയരത്തിലുള്ള പ്രതിഷ്ഠ മാടത്തിലപ്പൻ്റെതാണ്. അത് പഠിക്കേണ്ട. ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിലുള്ള ക്ഷേത്രം ഏതാണ്? പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രം. പിന്നെ രാവിലെ ഉഷപൂജയുടെ, സാധാരണ എല്ലാ ക്ഷേത്രവും നിർമ്മല്യമാണെങ്കിൽ ഇവിടെ ഉഷപൂജയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഉഷപൂജ. പെരുവനം പൂരം പ്രസിദ്ധമാണ്. പെരുവനം പൂരം ഇത് ഈ ക്ഷേത്ര നടയിലാണ് നടക്കുന്നത്. മീനമാസത്തിലെ പൂയം നാളിലാണ് ഈ പൂരം നടക്കുന്നത്. ഈ പൂരത്തിന് ശേഷമാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത്. നിലവിൽ ക്ഷേത്രം പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. ഓർമ്മിക്കുക. പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല, പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പിലാണ് ഇരട്ടയപ്പൻ എന്നറിയപ്പെടുന്ന 2 ശിവലിംഗങ്ങളുള്ള ക്ഷേത്രമാണിത്. ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിലുള്ള ക്ഷേത്രമാണിത്. ഉഷപൂജയോടുകൂടിയാണ് ക്ഷേത്രം ഒരു ദിവസം ആരംഭിക്കുന്ന. ക്ഷേത്രത്തിൽ പെരുവനം പൂരം മീനമാസത്തിലെ പൂരം നാളിലാണ്. പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. പെരുവനം ചേർപ്പ് പഞ്ചായത്തിലാണ് ക്ഷേത്രം. പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട 64 ഗ്രാമങ്ങൾ, പ്രധാനപ്പെട്ട 4 ഗ്രാമങ്ങൾ സുപ്രധാനമാണിത്. ഇരട്ടയപ്പൻ അറിയപ്പെടുന്ന ശിവലിംഗമാണ് ഇവിടുത്തെ 2 ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശിവന്റെ ദ്വൈത ഭാവമാണ് ഇരട്ടയപ്പൻ്റെ പ്രത്യേകത. പീഠത്തിൽ വലുതും ചെറുതുമായിട്ട് 2 ശിവലിംഗങ്ങൾ 2 ഭാവത്തിലിരിക്കുന്ന ക്ഷേത്രമാണ്. ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിൽ പെരുവനം ക്ഷേത്രത്തിലെ മാടത്തിലപ്പൻ ശ്രീകോവിൽ പ്രധാനമല്ല. ഇങ്ങനെ പഠിച്ചാൽ മതി. ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിൽ ഏത് ക്ഷേത്രത്തിലാണ്? 6 അടിയോളം ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. ഉഷപൂജയോടുകൂടിയാണ് ഇവിടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. പ്രസിദ്ധമായ പെരുവനം പൂരം ഇവിടെയാണ്. മീനമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് പ്രസിദ്ധമായ പെരുവനം പൂരം. പെരുവനം പൂരത്തിന് ശേഷമാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത്. നിലവിൽ ക്ഷേത്രം പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ്. ഓർമ്മിക്കുക, നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഒരു മഹാദേവ ക്ഷേത്രമാണ്. അന്നമനട മഹാദേവ ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിൽ നേരത്തെ പറഞ്ഞ മുകുന്ദപുരം താലൂക്കിലാണ് അന്നമനട ഗ്രാമപഞ്ചായത്തിൽ മുകുന്ദപുരം താലൂക്കിൽ അന്നമനട പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ പ്രാചീന കാലത്ത് ഈ സ്ഥലം ഹംസായനപുരം ഹംസായനപുരം എന്നറിയപ്പെട്ടിരുന്നു. ഓർമ്മിക്കുക, പുരാതന കാലത്ത് ഈ ക്ഷേത്രം ഹംസായനപുരം എന്നറിയപ്പെട്ടിരുന്നു. ഇവിടുത്തെ മഹാദേവൻ കിരാതമൂർത്തി ഭാവമാണ്. വേടന്മാരുടെ വേടഭാവത്തിലുള്ള കിരാതമൂർത്തി ഭാവമാണ്. പിന്നെ ചതുരത്തിൽ, സാധാരണ ശ്രീകോവിലുകളെല്ലാം വട്ടത്തിലാണ്. ഇവിടെ ചതുരത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ചതുരത്തിലുള്ള ക്ഷേത്രമാണിത്. പിന്നെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ശിവനെയും പാർവതിയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഓർമ്മിക്കുക, മുഖാമുഖം ശിവനും പാർവതിയും, മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠാ പ്രത്യേകത. പിന്നെ ഇവിടുത്തെ ബലിക്കല്ല് ദേവന്റെ കാവൽക്കാരനായിട്ടുള്ള ബലിക്കല്ല് താണ് കിടക്കുന്നു. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് ഉയർന്നാണ് സാറ് നിൽക്കുന്നത്. ഭൂമിയിൽ നിന്ന് താണ് കിടക്കുന്ന ബലിക്കല്ല് പ്രധാനം. മുകുന്ദപുരം അന്നമനട പഞ്ചായത്തിലാണ് ക്ഷേത്രം. ഹംസായന പുരം എന്നീ ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നു. കിരാതമൂർത്തി ഭാവത്തിലുള്ള ശിവനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. ചതുരത്തിലുള്ള ശ്രീകോവിലാണ്. ശിവനും പാർവതിയും ആണ് മുഖാമുഖം നോക്കിയിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. താണ് കിടക്കുന്ന ബലിക്കല്ല് പ്രധാനമാണ്. ഓർമ്മിക്കുക, മുകുന്ദപുരം താലൂക്കിൽ അന്നമനട പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവാലയങ്ങൾ ഒന്നാണ്. ഹംസായനപുരം എന്ന് അറിയപ്പെടുന്നു. കിരാതമൂർത്തി ഭാവത്തിലാണ് ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 32 ഗ്രാമ അത് വേണ്ട ശ്രദ്ധിക്കേണ്ട ചതുരത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ക്ഷേത്രങ്ങൾ പ്രധാനമാണ്. കാരണം വളരെ കുറച്ച് ക്ഷേത്രങ്ങളെ ചതുരഭാവത്തിൽ നിർമ്മിച്ചിട്ടുള്ളൂ. മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രീതിയാണ് ഇവിടെ ശിവനും പാർവതിയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. താണു കിടക്കുന്ന ബലിക്കല്ല് ഇവിടെ പ്രത്യേകതയുള്ളതാണ്. പിന്നെ ചാവക്കാട് ശ്രീ വിശ്വനാഥ ക്ഷേത്രമാണ്. നമുക്കറിയാം വിശ്വനാഥൻ എന്ന് കേൾക്കുമ്പോഴേ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. വിശ്വനാഥ സമാജം എന്ന സംഘടന ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് വിശ്വനാഥ സമാജം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹ്യ പരിഷ്കരണ ഗ്രാമത്തിൻ്റെ ഫലമായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ഗ്രാമങ്ങളിൽ അങ്ങനെ ഉള്ള ഗ്രാമത്തിൻ്റെ ഫലമായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ കൂടുതലും ശിവക്ഷേത്രങ്ങളാണ്. ചാവക്കാട് ജില്ലയിൽ ചാവക്കാട് മണത്തലയിൽ സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് മണത്തലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഓർമ്മിക്കുക, വലിയ പ്രാധാന്യമൊന്നുമില്ല. ഓർമ്മിക്കുക, ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രമഫലമായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിതെന്ന് ഓർമ്മിക്കുക. പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. വിശ്വനാഥ സമാജ സംഘടന ഓർമ്മിക്കുക. അത് വിശ്വനാഥ ക്ഷേത്രം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഓർമ്മ വരും. ഇനി അടുത്ത ചൊവ്വല്ലൂർ ശിവക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി, ഇത് നിങ്ങൾ സ്ലൈഡ് വഴി പഠിച്ചാൽ മതി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലാണ്. പ്രധാനമല്ല, ശിവക്ഷേത്രമാണ്. പരശുരാമൻ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ഉമാമഹേശ്വര സങ്കല്പം ശിവനും പാർവതിയും അടങ്ങുന്ന ഉമാമഹേശ്വര സങ്കല്പം പ്രധാനമാണ്. എന്നാൽ പരീക്ഷകൾ അങ്ങനെ വലിയ പ്രാധാന്യമല്ല. തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമായതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം, മമ്മിയൂർ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് മമ്മിയൂർ. മമ്മിയൂർ തൃശ്ശൂരിലാണ്. ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ്. മഹാദേവ ക്ഷേത്രമാണെങ്കിലും മഹാവിഷ്ണുവിനും ശിവനും തുല്യ പ്രാധാന്യമാണ്. നമ്മൾ മമ്മിയൂർ മഹാദേവ ക്ഷേത്രമെന്ന് പറയുമെങ്കിലും ഇത് മഹാദേവനും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമുള്ള മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. വേറെ പ്രാധാന്യമൊന്നുമില്ല. വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഇനി പോകുന്നത്, ഇത് നമുക്ക് എഴുതി തന്നെ പഠിക്കണം. തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രമാണിത്. ഓർമ്മിക്കുക, തൃപ്രയാർ ഇത് നാലമ്പല ദർശനത്തിന് ഏറ്റവും പ്രധാനമായ ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം. കേരളത്തിലെ അതിപുരാതനവും വിശിഷ്ടമായ ഒരു ശ്രീരാമ ക്ഷേത്രമാണിത്. ശ്രീരാമസ്വാമിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക പഞ്ചായത്ത്. നാട്ടിക എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വ്യവസായിയുടെ പേരാണ് നമുക്ക് ഓർമ്മ വരുന്നത്, അല്ലേ? യൂസഫ് അലിയുടെ പേരാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിക പഞ്ചായത്തിൽ കരുവന്നൂർ പുഴയുടെ തീരത്താണ്. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിക്കരയിലാണ്. തീവ്ര നദിക്കരയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ഓർമ്മിക്കുക, നാട്ടിക പഞ്ചായത്തിൽ കരുവന്നൂർ പുഴയുടെ തീരത്ത് തീവ്ര നദിക്കരയിലാണ്. ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ശ്രീരാമനാണ്. പിന്നെ ചതുർബാഹുവായ അത്യുഗ്രഭാവത്തിലുള്ള ചതുർബാഹുവായ 4 കൈകളോട് കൂടിയ ചതുർബാഹുവായ 4 ബാഹുവായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് ഇവിടെ ശ്രീരാമൻ കുടികൊള്ളുന്നത്. ഈ 4 കൈകളിലും ശംഖ്, പിനാകം, ചക്രം, അക്ഷമാല, ഇങ്ങനെ 4 വസ്തുക്കൾ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. തൃപ്രയാർ തേവർ എന്നാണ് ഇവിടുത്തെ മൂർത്തിയെ പൊതുവെ വിളിക്കുന്നത്. തൃപ്രയാർ തേവർ. നമ്മളുടെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അപ്പൻ എന്ന് ദേവങ്ങളെ വിളിക്കുന്ന അർത്ഥത്തിൽ അയ്യൻ എന്ന് വിളിക്കുന്നത് പോലെ ഇവിടെ തൃപ്രയാർ തേവൻ എന്നാണ്. പിന്നെ ശ്രീരാമപ്രതിഷ്ഠ ഇരുവശത്തുമായിട്ട് ലക്ഷ്മി ദേവിയും ഭൂമിദേവി. നമ്മളിത് വേറൊരു പഠിച്ചിട്ടുണ്ട്. പത്മനാഭ ക്ഷേത്രത്തിൽ പത്മനാഭ സ്വാമി അനന്തശയനം ചെയ്യുന്നതിൻ്റെ 2 വശത്തായിട്ട് കാലിൻ്റെ അരികത്തായിട്ട് ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ
രണ്ട് ദേവിമാർ പിന്നെ ശ്രീരാമസ്വാമിയുടെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്നു. അതിൽ ലക്ഷ്മി ദേവിയെ ഉരകത്തമ്മയും പിന്നെ ഭൂമി ദേവിയെ ചേർപ്പിലമ്മയുമായിട്ടാണ്. ചേർപ്പ് ഭൂമി ദേവി ക്ഷേത്രം പറഞ്ഞു. അതുപോലെ ഇവിടെ ഉരകത്തമ്മയും ചേർപ്പിലമ്മയുമായിട്ട് ലക്ഷ്മി ദേവി യഥാക്രമം ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയും കുടികൊള്ളുന്നു ഇദ്ദേഹത്തിൻ്റെ ശ്രീരാമസ്വാമി രണ്ട് വശത്തുമായിട്ടാണ്. പിന്നെ ബാധ ശല്യമുള്ളവർ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ബാധയുടെ ശല്യം ഒഴിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ആറാട്ടുപുഴ പൂരത്തിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ക്ഷേത്രം തൃപ്പേർ ക്ഷേത്രമാണ്. ആറാട്ടുപുഴ പൂരത്തിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ക്ഷേത്രം പിന്നെ തൃപ്പേർ ക്ഷേത്രമാണ്. പിന്നെ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രമാണ്. ശിവന്റെ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം പിന്നെ പ്രതിഷ്ഠയുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ട്. വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നും ദക്ഷിണാമൂർത്തി ഭാവങ്ങളിൽ ശിവൻ കുടികൊള്ളാറില്ല. അങ്ങനെയുള്ള അപൂർവം ക്ഷേത്രങ്ങളാണ് ഒന്നാണ്. പിന്നെ തൃപ്രയാർ രഥോത്സവം ഓർമ്മിക്കുക. ചിങ്ങമാസത്തിലെ ഓണക്കാലത്ത് അല്ലെങ്കിൽ ഓണക്കാലത്ത് തീവ്ര നദിക്കരയിൽ നടക്കുന്ന ഒരു ജലോത്സവമാണിത്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഇവിടെ പൂജ സമയത്ത് കഥകളി അവതരിപ്പിക്കാറില്ല. കൂത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രനട അടയ്ക്കാറും ഇല്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുക. നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക പഞ്ചായത്തിൽ തൃപ്രയാർ ഗ്രാമത്തിൽ കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിക്കരയുടെ തീരത്താണ്. ഓർമ്മിക്കുക. മുഖ്യപ്രതിഷ്ഠ ശ്രീരാമനാണ്. അത്യുഗ്രഭാവത്തിലുള്ള 4 കൈകളോടും കൂടി അതിൽ ശംഖ്, ചക്രം, പിനാകം, അക്ഷമാല അങ്ങനെ 4 എന്നിവയോട് കൂടിയ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ശ്രീരാമൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആരാധനാമൂർത്തിയെ തൃപ്രയാർ തേവർ എന്നാണ് അറിയപ്പെടുന്നത്. 2 വശത്തായിട്ട് ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയും ഉരകത്തമ്മയും ചേർപ്പിലമ്മയും അങ്ങനെ സങ്കല്പിച്ച് ഭൂമി ദേവിയും ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയും ഉണ്ട്. 4 ദർശനം തൃശ്ശൂർ ജില്ലയിലെ 4 ശ്രീരാമനും ലക്ഷ്മണനും ഭരതന് ശത്രുഘ്നൻ അങ്ങനെ 4 ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ നേരത്തെ കോട്ടയം ജില്ലയും പഠിച്ചിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ 4 ദർശനത്തിൽ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രം പ്രാചീന കാലത്ത് പിന്നെ തൃപ്പാതയാർ എന്നറിയപ്പെടുന്ന നദിയാണ് തീവ്ര. ബാധകളുടെ ശല്യം ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രേതബാധയുടെ ശല്യം ഉണ്ട് എന്ന് സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ബാധ ഒഴിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്നു. ആറാട്ടുപുഴ പൂരത്തിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന തൃപ്രയാർ ക്ഷേത്രമാണ്. ക്ഷേത്ര ഗോപുരത്തിൽ സേതുബന്ധനം, ശ്രീരാമൻ ലങ്കയിലേക്ക് പോയ ആ സേതുബന്ധന ചുവർച്ചിത്രമുണ്ട്. ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശിവൻ കുടികൊള്ളുന്ന അപൂർവം വിഷ്ണു ക്ഷേത്രങ്ങളൊന്നാണിത്. പിന്നെ തൃപ്രയാർ ജലോത്സവം ഓർമ്മിക്കുക. തീവ്ര നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. 2004 മുതൽ നടത്തി വരുന്നു. ചിങ്ങമാസത്തിലെ ഓണക്കാലത്ത് തീവ്ര നദിക്കരയിൽ നടക്കുന്ന വള്ളംകളിയാണിത്. പിന്നെ കൂത്ത് പ്രധാനമാണ്. അത് ഉദ്ദിഷ്ട കാര്യത്തിന് സന്താന ലബ്ധിക്കും വേണ്ടിയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ പൂജാ സമയത്ത് കൂത്ത് അവതരിപ്പിക്കാറില്ല. കൂത്ത് സമയത്ത് നട അടയ്ക്കാറും ഇല്ല. മകയിരം പുറപ്പാടെന്ന് പറയുന്നൊരു ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. തൃശ്ശൂർ ജില്ല ഞാൻ ചെറിയ സ്പീഡിന് പോയിട്ടുണ്ട്. കാരണം നമുക്ക് 2 ദിവസം കൊണ്ട് തൃശ്ശൂർ ജില്ല തീർത്താൽ മാത്രമേ സമയബന്ധിതമായിട്ട് ഈ ക്ലാസ് തീർക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. പ്രധാനപ്പെട്ട എല്ലാ പോയിന്റും പറഞ്ഞു പോയിട്ടുണ്ട്. അമിതമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഖേദമുണ്ട്. അത് നമുക്ക് സമയം കിട്ടുമെങ്കിൽ അവസാനം നമുക്കത് റിവിഷൻ നടത്തുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.